അയ്യോ പാസ്റ്റർ, എത്ര തവണ എത്ര തവണ ഞാൻ പറഞ്ഞതാ. വെറുതെ പറയുക മാത്രമല്ല, കാല് പിടിച്ചു. എടാ, ഇനിയെങ്കിലും ഒന്ന് കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്ക്. നീ ഒന്ന് യേശുപ്പൻ്റെ അടുത്ത് വന്നിരുന്നാൽ മതി. നീ പള്ളിയിൽ കൂടെ ഒന്ന് വന്നാൽ മതി. നിൻ്റെ ഇന്നത്തെ അവസ്ഥ യേശുപ്പൻ മാറ്റും. മക്കളെ, നിനക്ക് നല്ല ജോലി യേശുപ്പൻ തരൂടാ. നീ തോറ്റുപോയെന്ന് ഓർത്ത് വിഷമിക്കണ്ട. പഠിച്ചിട്ട് നിനക്ക് ജോലി കിട്ടിയില്ലെന്ന് ഓർത്ത് വിഷമിക്കണ്ട. ആരും കൂടെ ഇല്ലെന്ന് പറഞ്ഞ് നീ കരയണ്ട. നിന്നെ യേശുപ്പൻ മാനിക്കൂടാ. നിന്നെ യേശുപ്പൻ അനുഗ്രഹിക്കൂടാ. എടി, ഒന്ന് വാടി, എനിക്കിപ്പോൾ ഒന്ന് വാ. നീ കൂടെ ഒന്നിരിക്കുക, നീ ഒന്ന് പ്രാർത്ഥിക്ക്, ഇത്തിരി ബൈബിൾ വായിക്ക്. നിനക്ക് എത്ര മനസ്സിലായില്ലെങ്കിലും എൻ്റെ യേശുപ്പൻ നിൻ്റെ ബുദ്ധിയെ തുറക്കും. പരീക്ഷയിൽ നല്ല റിസൾട്ട് വാങ്ങിക്കാൻ പറ്റും. നീ വിഷമിക്കേണ്ട. നല്ല ഭാവി കർത്താവ് തരും. നിങ്ങളുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കും. എടി, എനിക്കൊപ്പോൾ ഒന്ന് പ്രാർത്ഥിക്ക്. ഫോണിൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? എൻ്റെ പൊന്നു ചേട്ടാ, കൂടെ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് പള്ളിയിൽ പോവാം. കർത്താവ് മാനിക്കും. നല്ല ജോലി കിട്ടും. പേടിക്കണ്ട. ഇതുവരെ സംഭവിച്ച പോലെ ഇനി സംഭവിക്കത്തില്ല. ഒരു സമയം കഴിയുമ്പോൾ അവർ പറഞ്ഞു വിടത്തില്ല. നമുക്കും വീട് വയ്ക്കാൻ പറ്റും, നമുക്കും വസ്തു വാങ്ങാൻ പറ്റും, നമുക്കും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ. അയ്യോ, എന്നും കരച്ചില്ല ദേവദാസനെ അവിടെ ആ വീട്ടിനകത്ത് നിന്ന് ഉയരുന്നേ. ഞാൻ എന്തോരം തവണ പറഞ്ഞതാ, ഒന്ന് വാ, പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ സങ്കടം മാറ്റും, കണ്ണുനീർ മാറ്റും. പക്ഷേ എവിടെ, അല്ലേ? സങ്കടം അതല്ലേ. കൂടെ മക്കൾ വരുന്നില്ല, അവരാവശ്യക്കാരാ, വരുന്നില്ല. കൂടെ ഭർത്താവ് വരുന്നില്ല, ആവശ്യക്കാരനാ. കൂടെ ഭാര്യ വരുന്നില്ല, ആവശ്യക്കാരിയാ. ഒപ്പം അടുത്തുള്ളവർ ചേർന്ന് നിൽക്കുന്നില്ല, അവരാവശ്യക്കാരാ. പിന്നെ ഞാൻ മാത്രം ഒറ്റയ്ക്ക്. വയ്യ, മടുത്തു, എനിക്ക് വയ്യ പാസ്റ്ററെ. എത്രയെന്ന് പറഞ്ഞാൽ നിങ്ങളോടാ. എത്രയെന്ന് പറഞ്ഞാൽ ഇനി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വയ്യ, അങ്ങനെയൊക്കെ തീരുമാനമെടുത്ത് മതിയാക്കി പോകാൻ വരട്ടെ. ഇന്ന് നിങ്ങളോട് കർത്താവിന് സംസാരിക്കുവാനുണ്ട്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പമായിരുന്നാട്ടെ. ആ കൂട്ടിന് വേണ്ടി നിങ്ങൾ ഇനി കാത്തു നിൽക്കത്തില്ല. അർത്ഥം, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സാക്ഷ്യം പുറത്തു വരുവാൻ പോകുക. തലമുറകളിൽ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നത്, അവർ പ്രതീക്ഷയോടെ അലയുന്നത്, അതേ നിൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ, അയൽക്കാരുടെ ജീവിതത്തിൽ, അത് നിങ്ങൾ കണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ പോകുക. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമാകും വിധത്തിലുള്ള 3 വ്യക്തികളെ, അഥവാ 3 വ്യത്യസ്തമായ സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥനകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി, നിങ്ങളുടെ സംശയത്തിന് അറുതി വരുത്തി, നിങ്ങളുടെ ചോദ്യത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അങ്ങനെ ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, അവരൊന്നും കൂടെ പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ സങ്കടപ്പെട്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ. ഒന്നാമതായി, ഉൽപ്പത്തി പുസ്തകം 6, 7, 8 അധ്യായങ്ങളിൽ ഭക്തനായൊരു മനുഷ്യനെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ മനുഷ്യൻ്റെ പേർ നോഹ. എന്നെ കേൾക്കുന്ന നിങ്ങളിലേറെ പേർക്കും ആ മനുഷ്യനെ എന്നെക്കാൾ അധികം പരിചയമുണ്ടായിരിക്കും, വിശുദ്ധ വേദപുസ്തകം വഴി തന്നെ. നോക്കൂ, ആ മനുഷ്യൻ ഒരിക്കൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. നോഹേ, ഞാൻ ലോകത്തിലെ തിന്മ, പാപം, മ്ലേച്ഛത, ഒന്നുകൂടെ പറഞ്ഞാൽ അപ്പോസ്തലൻ പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അഴുക്കാടുന്ന, അഴുക്കിലായിത്തീർന്ന ലോകത്തെ കണ്ട് മനസ്സ് മടുത്തിരിക്കുന്നു. അതിന് മധ്യത്തിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങൾ 6, 7, 8 അധ്യായങ്ങൾ വായിച്ചു നോക്കുക. നോഹ നീതിമാനായിരുന്നു. ദൈവം നോഹയെ ആ കാലഘട്ടത്തിൽ നീതിമാനായി കണ്ടു. ദൈവം നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകം പണിയുക, നിന്നെ ഞാൻ രക്ഷിക്കാം. നീ നീതിമാനായതുകൊണ്ട് ഒരു പെട്ടകം പണിയുക, നിന്നെ ഞാൻ രക്ഷിക്കാം. ശ്രദ്ധിക്കണമേ, നോഹ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പെട്ടകം പണിയുവാനായി തുടങ്ങി. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വളരെ ശ്രദ്ധയോടെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നോഹ പെട്ടകം പണിതു. നോഹയെ സഹായിക്കുവാൻ ദേശവാസികളോ തൻ്റെ സമപ്രായക്കാരോ തൻ്റെ സ്കൂൾ കോളേജ് ഫ്രണ്ടോ, അന്ന് സ്കൂൾ കോളേജ് ഒന്നുമില്ലല്ലോ, എങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ച് പഠിച്ച, എന്തെങ്കിലുമൊക്കെ പഠിച്ച ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അത് തന്നെ.
അവരാരും കൂടെ ഇല്ലായിരുന്നു. സൊറ പറഞ്ഞവരും കളിയാക്കിയവരും മറ്റുള്ളവരെ പരിഹസിച്ചവരും ആരുമില്ല. അതേന്നെ, നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥ തന്നെ. എന്തെങ്കിലും ഒരു കാര്യമായിട്ട് മുമ്പോട്ടിറങ്ങിയ വേറെ ഒന്നും വേണ്ട, പ്രാർത്ഥനയായിട്ടൊന്ന് മുമ്പോട്ടിറങ്ങി നോക്ക്, ഒരൊറ്റ എണ്ണം കാണത്തില്ല. വേറെ ആരും ഇല്ലായിരുന്നു എന്നതുകൊണ്ടും കാര്യം തീരുന്നില്ല. നോഹയ്ക്ക് മക്കളുണ്ട്, കൂടെയില്ല. ഭാര്യയുണ്ട്, എവിടെ? അവളുമില്ല. മരുമക്കളുണ്ട്, ആരും കൂടെയില്ല. പക്ഷെ വചനം പറയുന്നു, നോഹ ദൈവത്തിൻ്റെ വാക്കനുസരിച്ചു, അഥവാ പെട്ടകം പണിതു. നോഹയെ ദൈവം മ്ലേച്ഛതയുള്ള പാപം നിറഞ്ഞ ലോകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കുക. നോഹ മാത്രമല്ല പുതിയ ഭൂമിയിലേക്ക് കാൽ വയ്ക്കുന്നത്. 8-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നോഹയുടെ മക്കൾ, നോഹയുടെ മരുമക്കൾ, നോഹയുടെ ഭാര്യ, നോഹയുടെ കുടുംബം. നോഹ ദൈവത്തെ അനുസരിച്ചത് മുഖാന്തരം രക്ഷിക്കപ്പെട്ടു. ഇനി നിങ്ങളെപ്പോലെ നോഹ ചോദിച്ചിരുന്നുവെങ്കിൽ, ദൈവമേ, ഞാനിതായി കിടന്ന് മരം മുറിക്കുന്നു, വച്ച് കെട്ടുന്നു, പണി ചെയ്യുന്നു, ഒരൊറ്റ എണ്ണം തിരിഞ്ഞു നോക്കുന്നില്ല, ഒരൊറ്റ എണ്ണം. പിന്നെ ഞാനീ കിടന്ന് എന്തിനാ, ഞാൻ പ്രായമായില്ലേ കർത്താവേ, ഇനി എനിക്ക് വയ്യ എന്ന് നോഹ പറഞ്ഞില്ല. മറിച്ച് നോഹ ദൈവത്തിൻ്റെ വാക്ക് കേട്ടു, അനുസരിച്ചു. ഫലമോ, നോഹ പണിത പെട്ടകത്തിനകത്ത് നോഹയുടെ മക്കൾ, നോഹയുടെ ഭാര്യ, നോഹയുടെ മരുമക്കൾ, അവർക്ക് വേണ്ടത് ഉണ്ടായിരുന്നു. ദൂത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ദൈവം നിന്നോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക. നീയാണ് ദൈവശബ്ദം കേട്ട് നിൻ്റെ ഭവനത്തിനകത്ത് നിന്ന് ഇറങ്ങിത്തിരിച്ചത്. നിൻ്റെ മക്കളല്ല, നിൻ്റെ ഭർത്താവല്ല, നിൻ്റെ നാട്ടുകാരല്ല, ദേശക്കാരല്ല. നീ ദൈവശബ്ദം കേട്ടു. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കെ, നിൻ്റെ തലമുറകൾ നശിച്ചു പോകാതെ എൻ്റെ ദൈവം അവരെ രക്ഷിച്ചെടുക്കും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിനക്ക് വേണ്ടി നീ സ്വപ്നം കാണുന്ന ആ ഉയരത്തിൽ എൻ്റെ ദൈവം നിന്റെ തലമുറകളെ കൊണ്ടുചെന്ന് എത്തിക്കും. ആമേൻ. വചനം പറയുന്നു, അവിടെ വിതയും കൊയ്ത്തുമുണ്ടായിരുന്നു. വിതയും കൊയ്ത്തുമുള്ള അർത്ഥം, അവർ അധ്വാനിക്കുകയും അധ്വാനിക്കുന്നതിൻ്റെ ഫലം ഭുജിക്കുവാനും കഴിയുന്നിടത്ത് ദൈവം അവരെ എത്തിച്ചു. 8:22 ഉൽപ്പത്തി പുസ്തകം. അതേ, ആ മ്ലേച്ഛത നിറഞ്ഞയിടത്ത് അവർ മുങ്ങി താഴ്ന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, മദ്യത്തിൽ, പലവിധമാകുന്ന ലഹരികളിൽ, കൂട്ടുകെട്ടുകളിൽ, മോശം സ്വഭാവ വൈകൃതങ്ങളിൽ, ആ വാക്ക് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, വൈകൃതങ്ങളിൽ പലതിനും അഡിക്റ്റായി, ഫോണോഗ്രാഫിക്ക് അഡിക്റ്റായി, ഗെയിമിന് അഡിക്റ്റായി, സീരിയൽസിന്, സിനിമയ്ക്ക് അഡിക്റ്റായി, സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റായി പോയ നിൻ്റെ തലമുറയെക്കുറിച്ച് തന്നെ നീ വിളിക്കുന്നുണ്ട്. എടാ വാ, അവർക്കും ആഗ്രഹമുണ്ട് ഇതിന്ന് പുറത്തു വരണം. പഠിത്തം മുടങ്ങി, സ്തോത്രം, ആമേൻ, നല്ല വിവാഹം നടക്കുന്നില്ല, പലതിനും അടിപ്പെട്ടു പോയതുകൊണ്ട്, നിൻ്റെ മകളെക്കുറിച്ചാണ്. ചിലരുടെ കയ്യിൽ അവൾ പെട്ടുപോയതുകൊണ്ട് അവരുടെ കരങ്ങളിലെ കളിപ്പാട്ടമായി അവൾ മാറിയിരിക്കുന്നു. അവൾക്കതറിയത്തില്ല, പക്ഷെ നിനക്കതറിയാം. പ്രിയ മാതാവേ, നീ കരയുക. പുറത്താരെങ്കിലും പറഞ്ഞാൽ നെഞ്ചിനകം ഇരുന്ന് വിങ്ങുകയാ. കേൾക്ക്. അറിയുന്നവരും കേൾക്കുന്നവരുമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നിൻ്റെ തലമുറയെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. അവൾ നിനക്കൊപ്പം വന്ന് പ്രാർത്ഥിക്കുന്ന ആ അസുലഭ സുന്ദര മുഹൂർത്തം നീ നോക്കിയിരിക്കരുതേ. നീ പ്രാർത്ഥിക്ക്. നിൻ്റെ തലമുറയുടെ വീഴ്ച തിരിച്ചറിഞ്ഞ്, തകർച്ച തിരിച്ചറിഞ്ഞ്, അവൻ പെട്ടുപോയ സാഹചര്യം തിരിച്ചറിഞ്ഞ്, ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നീ പ്രാർത്ഥിക്ക്. അവർ തകർന്നു പോകാതെ എൻ്റെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. സ്തോത്രം. വിതയും കൊയ്ത്തുമുള്ളിടത്ത്, മ്ലേച്ഛതയുടെ അഴുക്കിൽ നിന്ന് പുറത്ത്, അതേ, ആ പാപ പ്രവർത്തികളിൽ നിന്ന് നിന്റെ തലമുറകളെ എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരും. അമ്മ, നിന്റെ കുടുംബത്തെ, തൻ്റെ പങ്കാളിയായ ഭാര്യ കൂടെയില്ല, പ്രാർത്ഥനയ്ക്ക് കൂടെയില്ല. പല സഹോദരന്മാരുടെ സങ്കടം ഇതാണ്. ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുമ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പക്ഷേ ഒപ്പം എൻ്റെ ഭാര്യ മനസ്സിലാക്കി നിൽക്കണ്ടേ? മനസ്സിലാകത്തില്ല. കാരണം നീയാണ് ദൈവശബ്ദം കേട്ടത്, നിൻ്റെ ഭാര്യയല്ല. നീ ദൈവശബ്ദം കേട്ടെങ്കിൽ നീ പ്രാർത്ഥിക്കണം, അതാണ് നീതി. മറ്റത് അനീതിയാണ്. നീ ദൈവശബ്ദം കേട്ടെങ്കിൽ നീ പ്രാർത്ഥിക്കണം. പെട്ടകം പൊങ്ങുമ്പോൾ അതിനകത്ത് നിൻ്റെ ഭാര്യ ഉണ്ടാകും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സഹോദരി, നീ ദൈവശബ്ദം കേട്ടെങ്കിൽ നീ പ്രാർത്ഥിക്കണം. ആ ഉയരത്തിൽ നിനക്കൊപ്പം നിൻ്റെ ഭർത്താവ് ഉണ്ടാകും. രണ്ടും രണ്ട് വഴിക്കായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പ്രാർത്ഥിക്കുവാൻ തുടങ്ങ്. ആമേൻ. നീയാണ് ദൈവശബ്ദം കേൾക്കുന്നത്. നീ പ്രാർത്ഥിക്ക്. അവരെ നോക്കണ്ട, അവരായിരിക്കുന്ന അവസ്ഥ നോക്കണ്ട, അവരായിരിക്കുന്ന ചുറ്റുപാട് നോക്കണ്ട. നോഹ നോക്കിയിരുന്നെങ്കിൽ നോഹ നെഞ്ചത്തടിച്ച് നിലവിളിച്ചേനെ, അയ്യോ ദൈവമേ,
കാരണം നോഹ നീതിമാനാണ്. അപ്പുറത്ത് കിടക്കുന്ന എല്ലാം മ്ലേച്ഛത. അയ്യോ എൻ്റെ മക്കൾ മ്ലേച്ഛന്മാരുടെ കൂട്ടത്ത്, എൻ്റെ ഭാര്യ ഇതാ മ്ലേച്ഛതയുടെ മധ്യത്തിൽ, അയ്യോ മരുമക്കളും അങ്ങനെ തന്നെ. പിന്നെ എങ്ങനെ കർത്താവേ? ചോദ്യമില്ല, നോഹയ്ക്ക് ചോദ്യമില്ല, അനുസരണം മാത്രം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അനുസരിക്ക്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്. അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അവരെ വലിച്ചു പറിച്ച് എൻ്റെ ദൈവം നിനക്കൊപ്പം ചേർത്ത് നിർത്തും. നിന്റെ കുടുംബമായി, നിന്റെ ഭാര്യ നിനക്കൊപ്പം പാർക്കും, നിന്റെ മക്കൾ നിനക്കൊപ്പം പാർക്കും. അതെ, നിങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തും. ആ ഉയരത്തിൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. എനിക്കറിയത്തില്ല, ചിലരോട് ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ചിലരത് തിരിച്ചറിയുന്നുണ്ട്. തിരിച്ചറിയുന്നവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. അമേൻ, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. നിന്റെ കുടുംബം കരകയറുവാൻ പോകുക. നീ പ്രാർത്ഥിച്ചാൽ മതി. അവർ വന്ന് ഇരിക്കണമെന്നില്ല. നീ പ്രാർത്ഥിക്ക്. അവരെ കളിയാക്കട്ടെ, അവർ പരിഹസിക്കട്ടെ, അവർ നിന്ദിക്കട്ടെ. കാരണം നാളെ ഇത് അവർ ചെയ്യാനുള്ളതാ. അനേകർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുവാനുള്ളതാ. സ്തോത്രം. ഈ ജോലി അവരും ചെയ്യും. അതുകൊണ്ട് നീ ഭാരപ്പെടല്ല. ശുശ്രൂഷക, ഈ ജോലി നിന്റെ മക്കളും ചെയ്യും. ആമേൻ. നീ പലയിടത്തും പോയി നിന്ദിക്കപ്പെട്ട് തലകുനിച്ച് അയ്യോ കർത്താവിന് വേണ്ടി നിന്നിട്ട് കാര്യം കഴിയുമ്പോൾ കുറ്റം പറഞ്ഞിട്ട് നിന്റെ അടുത്തൊന്ന് പോകാൻ വേണ്ടി നിന്നെ പരിഹസിച്ചു, നിന്റെ ഇല്ലാത്തതും ഉള്ളതുമൊക്കെ പറഞ്ഞ് അടിയുണ്ടാക്കിയിട്ട് പോകാൻ പോയവർ അവരെയൊക്കെ ചൂണ്ടിക്കാണിച്ച് മക്കൾ പറയും, അപ്പന് വേറെ വേലയില്ലേ? ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കാതെ ഈ മുടിഞ്ഞവന്മാർക്ക് വേണ്ടി, ഈ നശിച്ചവന്മാർക്ക് വേണ്ടി കളയാതെ വേറെ വല്ല പണിക്കും പോപ്പാ. നീ പോകാത്ത പണിക്ക് പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, അപ്പൻ്റെ വിളി കേട്ടത് കൊണ്ടാ. വിഷമിക്കരുതേ പ്രിയ ദേവദാസ, വിഷമിക്കരുതേ പ്രിയ ദേവദാസിയോ, വിഷമിക്കരുതേ പ്രിയ പ്രാർത്ഥിക്കുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, നീ വിഷമിക്കരുതേ. അവർ ഈ പണി ചെയ്യാനുള്ളത്. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അവർ ഈ പണി ചെയ്യാനുള്ളതാ. അവരും ഇത് കേൾക്കും. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, നീ പ്രാർത്ഥിക്കും. നിന്റെ തലമുറകളെ കർത്താവ് പ്രയോജനപ്പെടുത്തും. ഒന്നാമത്തെ സംഭവം. ആമേൻ. അടുത്ത സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു ദേശം മ്ലേച്ഛതയിലായി, ദേശം മുഴുവൻ. അപ്പോൾ വേണമെങ്കിൽ പ്രാർത്ഥിക്കട്ടെ. നമ്മൾ 5-6 പ്രാവശ്യം പറയുമല്ലേ, 5-6 പ്രാവശ്യം ബൈബിളും കൊണ്ടുപോകും, 5-6 പ്രാവശ്യം പ്രാർത്ഥിക്കും, അങ്ങനെയല്ലേ? അല്ലെങ്കിൽ കുറേ പ്രാവശ്യമൊക്കെ പറയും, മര്യാദയ്ക്കൊക്കെ പ്രാർത്ഥിച്ച കർത്താവിന് വേണ്ടി ജീവിതം മാറ്റി വെച്ച് ഇങ്ങനെ ചെയ്താൽ അത് കഴിഞ്ഞങ്ങ് വിട്ടുകളയും. അതിനുപോലും തയ്യാറാവാതെ ഒരുത്തൻ ദൈവം അവൻ്റെ പറഞ്ഞെടാ, ഒരു ദേശം നശിക്കാൻ പോകുന്നു, എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല, നീ ഒന്ന് പോയി സുവിശേഷിക്കുക, അവരോട് പറ. അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ നിനക്ക് ചുമ്മാ പറഞ്ഞാൽ മതി. ആ മുടിഞ്ഞവന്മാർ കാരണം ഞാനും എൻ്റെ ജനവും അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാട് നിനക്കറിയത്തില്ല. കാരണം അവന്മാർ കൊള്ളക്കാരന്മാരാ. ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ, യഹൂദന്മാരെ, വേറെ ആരെ കണ്ടാലും കൊള്ളയടിക്കും. കൊള്ളക്കാരുടെ അടുത്ത് പോയിട്ട്, ഉപദ്രവിക്കുന്നവരുടെ അടുത്ത് പോയിട്ട് സുവിശേഷം, അവൻ്റെയൊക്കെ വീട്ടില, അവളെയൊക്കെ വീട്ടില, കിടന്ന് അനുഭവിക്കട്ടെ. അതല്ലേ അത് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നവരാ നമ്മൾ. ആമേൻ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, സിനിമാക്കാർക്ക് പ്രശ്നം വന്നുകൊണ്ട് നമ്മുടെ ആൾക്കാരാ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടും പോസ്റ്റ് ഇട്ടും കളിക്കുന്നത്. ഇവന്മാരെന്ത് മണ്ടന്മാരാണെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് കർത്താവ് ഇവരോട് ക്ഷമിക്കണം. ഇനി ക്രൂശി കയറ്റാൻ വന്നാലും നമ്മളങ്ങനെയാണ്. ആരുടെയെങ്കിലും ജീവിതത്തിലൊരു പ്രശ്നം വന്നാൽ നമ്മൾ പറഞ്ഞിട്ട് മാറിയിരിക്കും. യോനയെ പോലെ തന്നെ. അപ്പോൾ ആൾ മനസ്സിലായല്ലോ. യോന പറഞ്ഞു, നോ കർത്താവേ നിനക്ക് തെറ്റിപ്പോയി, എനിക്ക് കാര്യം അറിയാം. യോന നേരെ തർശീശിലേക്ക് ഒരു പോക്ക. നിനവേ ബായ് ഗുഡ് ബൈ പറഞ്ഞിട്ട് തർശീശിലേക്ക്. പക്ഷെ ദൈവം ഉണ്ട് അവിടുന്ന്. ദൈവം പൊക്കിയെടുത്ത് വീണ്ടും നിനവയിൽ കൊണ്ടിട്ടു. അവൻ അങ്ങനെയൊന്നും നിന്നെ വിടത്തില്ല. അവൻ ആ കുടുംബം കരയുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയേ. നീ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം കണ്ടത് നിന്നെയാണ്. നിൻ്റെ ദേശത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന, നശിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ടെങ്കിൽ നിന്നെയാ കണ്ടേ. അതുകൊണ്ടാണ് നീ അത് അറിഞ്ഞ്. അതാ നിനക്കത് ഉള്ളിൽ കിടന്ന് ഉറുത്തുന്നേ. ഈ പരീക്ഷന്മാരുടെ വാക്കുകൾ കേട്ട് ന്യായവിധിയൊക്കെ അവരെക്കുറിച്ച് ചിന്തിക്കുമെങ്കിലും നിൻ്റെ ഉള്ളിലൊരു നീറ്റലായി. എന്നാലും അവർക്കങ്ങനെ സംഭവിച്ചാൽ എൻ്റെ യേശുപ്പൻ്റെ നാമം നിന്ദിക്കപ്പെടുമല്ലോ. അതേ, നിനക്കാ ചിന്തയുള്ളത് അവർക്ക് വേണ്ടി നിന്നെ കണ്ടതുകൊണ്ടാണ്. പ്രിയ സഹോദരി, ആ ഒത്തിരി കുടുംബങ്ങളെ ദൈവം നിനക്ക് വേണ്ടി കണ്ടതുകൊണ്ടാണ്. നിനക്കൊപ്പം ജോലി ചെയ്യുന്ന നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പറയുന്നത്. നീ ഇപ്പം സേഫാ. അവൻ സേഫ് അല്ലേ? സേഫ് അല്ലെങ്കിൽ ഓക്കെ. കണ്ടത് അവർക്ക് വേണ്ടിയാ. യോനെ സേഫ് ഒന്നും അല്ല കേട്ടോ. യോന്മാരുടെ ഇടയിൽ പോയി കയറി കൊടുത്താൽ എങ്ങനെയാകുന്നു നല്ലതുപോലെ അറിയുന്നത് കൊണ്ടാണ് കടലിൽ കൂടെ കപ്പലിൽ കയറി പോയി രക്ഷപ്പെടാൻ നോക്കിയത്. പക്ഷെ നടന്നില്ല. പോട്ടെ. ശത്രുക്കളായ ഒരു വലിയ ജനം. ദൈവം പറഞ്ഞു, യോനെ പോയി പ്രസംഗിക്കുക. അവസാനം യോന ഇങ്ങനെ ചിന്തിച്ചു, ദൈവം അവസാനത്തെ ഒരു കൈ അവർക്കൊരു ചാൻസ് കൊടുക്കുന്നത്. അവർ നന്നാവത്തില്ല, അവന്മാർ നശിച്ചു പോകും. ഇനിയിപ്പോൾ എന്തായാലും സുവിശേഷം പ്രസംഗിച്ചിട്ട് അവന്മാരെ നാശം കണ്ടിട്ട് പോകാം. അങ്ങനെയാ യോന കയറി ഇരുന്ന് നോക്കിക്കൊണ്ടിരുന്നത്, നശിക്കുമോ. പക്ഷെ നോക്കൂ, വചനം പറയുന്നു, യോന
ആ ദേശത്ത് സുവിശേഷം പ്രസംഗിച്ചു. കൂടെ ആരെങ്കിലും യോനയുടെ കൂടെ കൂടിയോ? അവിടെ ആരെങ്കിലും പള്ളി തുടങ്ങാൻ കൂടെ നിന്നോ? സ്ഥലം വാങ്ങിച്ചു കൊടുത്തോ? അവിടെ ആരെങ്കിലും മൈക്ക് പിടിച്ചു കൊടുത്തോ? ഒന്നുമില്ല. പക്ഷേ യോന പ്രസംഗിച്ചു, വചനം പറയുന്നു, ആ ദേശം വിടുവിക്കപ്പെട്ടു. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. യോന പോയിട്ട് ഒരു പള്ളി ടീമോടെ അവിടെ കൊണ്ടുപോയെന്നോ, അവിടെ പോയി ഒരു സംഘടന തുടങ്ങിയെന്നോ, അവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങിയെന്നോ? നോ. ആ ദേശത്തിന് വേണ്ടി, നിന്റെ ദേശത്തിന് വേണ്ടി എൻ്റെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. സഹോദരി, സഹോദര, നിന്റെ ദേശത്ത് കരയുന്ന ഒത്തിരി പേർക്ക് വേണ്ടി എൻ്റെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണുനീർ നിന്നിലൂടെ എൻ്റെ ദൈവം ഒപ്പുവാൻ പോകുക. എത്ര പേർ പറയും, അതേ ദൈവദാസനെ, എന്നെ എൻ്റെ ദൈവം കണ്ടത്? നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടില്ലേ, ഞാനൊന്നുമില്ല കർത്താവേ, എനിക്ക് ഈ പദവി തന്നല്ലോ, എന്നെക്കാളും ശ്രേഷ്ഠന്മാർ വെളിയിലുണ്ടല്ലോ, അവർക്ക് കഴിവുണ്ട്, അവരങ്ങനെയാണ്, പണമുണ്ട്, എല്ലാം ഉള്ള അവരെയൊക്കെ വിട്ടിട്ട് നീ എന്നെ തിരഞ്ഞെടുത്തത് അതിനു വേണ്ടിയാണ്. അത് തന്നെ. നിനക്ക് നാണവമാനമില്ലായിരുന്നു? എന്നെ പോലെ എനിക്ക് നാണവമാനമില്ല. പല സ്ഥലങ്ങളിലും പറഞ്ഞു വിട്ടിട്ട് അവിടെ നിന്ന് നാണം കെട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യ പറയും, കർത്താവ് കറക്റ്റ് ആളിനെയാണ് തിരഞ്ഞെടുത്തത്. ഇപ്പം നാണവമാനം ഇല്ലാത്തവരെയാണ് കർത്താവിന് ആവശ്യം. നിനക്ക് നാണവമാനം ഇല്ലാത്ത കർത്താവിനറിയാം. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോയി കർത്താവിനെ കുറിച്ച് പറയേ. ദേശം നിന്നാൽ അറിയപ്പെടുവാൻ പോകുകയാണ്. നിനവയിലെ രാജാവിൻ്റെ പേരറിയാമോ? നിനവയിലെ മന്ത്രിയുടെ പേരറിയാമോ? നിനവയിലെ സമ്പന്നരുടെ പേരറിയാമോ? പക്ഷേ നിനവയെ മാനസാന്തരപ്പെടുത്തിയ, അതെ, നിൻ്റെ കുഞ്ഞു മക്കളോടെ ചോദിക്കും, പള്ളിയിൽ വരുന്നവരാണെങ്കിൽ അവർ പറഞ്ഞു തരും. നിനവയെ മാനസാന്തരപ്പെടുത്തിയ മഹാരഥൻ്റെ പേര്, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ പേര് യോന. അതെ, നിൻ്റെ ദേശം നിൻ്റെ പേരിൽ അറിയപ്പെടുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. കുഞ്ഞുമക്കളെ, നിങ്ങളുടെ സ്കൂൾ, നിങ്ങളുടെ കോളേജ്, നിങ്ങളായിരിക്കുന്ന സ്ഥാനം നിങ്ങളുടെ പേരിൽ അറിയപ്പെടുവാൻ പോകുക. നിങ്ങളായിരിക്കുന്ന രാജ്യം നിങ്ങളുടെ പേരിൽ അറിയപ്പെടുവാൻ പോകുക. അതെ, നിങ്ങളുടെ പേരിൽ കർത്താവ് നിങ്ങളുടെ ദേശത്തെ ആക്കി മാറ്റും. ഓ, നമ്മുടെ ദൈവം എത്ര വലിയവനാ. ആ ദേശത്തെ ദൈവം ഓരോരുത്തൻ്റെ പ്രാർത്ഥന കൊണ്ട് വിടുവിച്ചു. റെഡിയാണോ? ആരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളോടാ പറയുന്നത്. അവരും കൂടെ വരട്ടെ. ഇല്ല, ഇനി അത്രയ്ക്ക് ഒറ്റയ്ക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിളിയുന്നേ. പ്രൈസർ ഫാമിലി നിനക്കൊപ്പം ഉണ്ട്. നാണമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു നാണക്കേടുമില്ല. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ഞങ്ങളുണ്ട്. ആർക്ക് വേണ്ടി ഉപവസിക്കണം? ഞങ്ങളുണ്ട്. ചിലർക്ക് വേണ്ടിയൊന്നും ചിലർക്ക് ഉപവസിക്കാൻ വലിയ ഇൻട്രസ്റ്റ് പോലും കാണത്തില്ല. പൊതുവിലൊരു ഉപവാസം, അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നീ ഉപവസിച്ചോളണം. നോ. ഉപവാസം ആവശ്യക്കാരന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. അത് നിങ്ങൾ തിരിച്ചറിയുക. തെറ്റ് ഫോളോ ചെയ്യരുത്. ആമേൻ. സ്തോത്രം. ന്യായവിധി തിരിച്ചറിഞ്ഞപ്പോൾ ജനം ഉപവസിച്ചു. ഉപവാസം ആവശ്യക്കാരന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തെ ഉപവസിക്കാവൂ, അപ്പോഴേ ഉപവസിക്കൂ, അപ്പോഴേ പറ്റൂ, അങ്ങനെയല്ല. അതാ പ്രശ്നം. അവിടെയാണ് നീ ഒറ്റപ്പെട്ടു പോകുന്നത്. പക്ഷേ കർത്താവ് നിൻ്റെ കാര്യത്തിൽ വളരെ കരുണയുള്ളവനാ, വളരെ ദയയുള്ളവനാ. കാരണം നീ എപ്പോൾ സാഹചര്യം തിരിച്ചറിഞ്ഞ് ഉപവസിക്കുവാൻ തയ്യാറാകുന്നു, അപ്പോൾ നിനക്ക് വേണ്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിനക്കൊപ്പം ചേർന്ന് നിൽക്കുവാനും തൽപരരായ നിയോഗമുള്ള പ്രൈസർ കുടുംബത്തിനൊപ്പം നീ ആയിരിക്കുന്നു. കോണ്ടാക്ട് ചെയ്യും. നിങ്ങളുടേത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ. ഞാൻ ഒറ്റയ്ക്കാണോ? ആരും എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. ഞങ്ങൾ കൂടെയുണ്ട്. ഉപവസിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി പകരും. ആ കുടുംബങ്ങളെ നമുക്ക് നേടാം. കരയുന്നവരെ നമുക്ക് നേടിയെടുക്കാം. നീ, നിൻ്റെ മക്കൾ, നിൻ്റെ കുടുംബം ഇപ്പോൾ ഒന്നുമില്ലായിരിക്കാം. എല്ലാവർക്കും പറഞ്ഞ് പരിഹസിക്കാനും കളിയാക്കുവാനും. അതെ, നിൻ്റെ പേരിൽ നിൻ്റെ കുടുംബം അറിയപ്പെടും. ഓ ആമേൻ. ഇന്ന് അവർ പേര് പറയുന്നത് തന്നെ എന്തോ കാഞ്ഞിരം കടിച്ചതുപോലെ പറയുന്നു. അവളുടെ വീട്, അവളുടെ മക്കൾ, അതൊക്കെ മാറും. നല്ല പഞ്ചസാര വായിലിട്ടിട്ട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കും. 3, പുതിയ നിയമത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്ത്രീയെ വിശുദ്ധ വേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. സോർ സീദോനിൽ നിന്ന് വന്ന കനാന്യയായ സ്ത്രീ, പേരില്ല, കനാന്യ സ്ത്രീ. ഈ സ്ത്രീയുടെ മകൾ ഭൂതം ബാധിച്ചു. എന്നെ കേൾക്കുന്ന ഒത്തിരി പേരുടെ മക്കൾ, കുഞ്ഞുമക്കളെന്നില്ല, വലിയ മക്കളെന്നില്ല, പ്രായമായ മക്കളെന്നില്ല, എല്ലാവരും മക്കൾ തന്നെ, മക്കളുമാരാ എല്ലാം. കേട്ടോളൂ. ഭൂതം ബാധിച്ചാൽ എന്തൊക്കെ ചെയ്യും? ഗദരദേശത്തിലോട്ടൊന്ന് പോവുക. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ടിക്കറ്റുണ്ട്, കയറി പോയാൽ മതി. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, തന്നെത്താൻ ചതയ്ക്കുന്നു, വസ്ത്രം പറിച്ചെറിയുന്നു, വിലങ്ങുകളൊക്കെ ഉരുമ പൊട്ടിക്കുന്നു. അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ. അത് തന്നെ. യേശു അവിടെ പോയപ്പോൾ യവനുമുണ്ട്. യവന് മുമ്പേ യവനെപ്പോലെ ചത്തുപോയ കുറേ ശവങ്ങളെ കുഴിച്ചിട്ടൊക്കെയല്ലേ, എന്തെങ്കിലുമൊക്കെ കാണും അവിടെ. ഇന്ന ആൾ ഇന്ന സമയം മരിച്ചു,
രായപ്പൻ്റെ മോൻ തങ്കപ്പൻ ഇന്ന സമയം മരിച്ചു, ഇന്ന സമയം ജനിച്ചു, ഇങ്ങനെയൊക്കെ എഴുതി. അങ്ങനെയുള്ള സ്ഥലം. വീട്ടുകാരൊക്കെ ഇതൊക്കെ പോലെ ദേശത്താണ്. അവർക്ക് കൂടെ വന്നിരുന്നു നീ വാടാ നമുക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കാടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവൻ അവരെയും തല്ലിക്കൊല്ലും. അവർ വീട്ടിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് വീട്ടിൽ പോയി കാണിക്കാൻ യേശു പറഞ്ഞത്. അവൻ ശ്രദ്ധിച്ചേ. അപ്പോൾ ഭൂതം ബാധിച്ചാൽ ഇങ്ങനെയാണ്. അത് തന്നെ, ഭൂതം ബാധിച്ചു. നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന? ഈ ഭൂതം ബാധിച്ച് വെളിച്ചത്തിൽ നിന്ന് അകലെ ഇരുട്ടിൽ പോയവനെ നമ്മളിട്ട് പിടിക്കുക. വാടാ നീയും കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. എടി നീ വാടി, വാ നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. വാ ചേട്ടാ. ചേട്ടനും മോനാണല്ലോ, നിൻ്റെ അല്ല അവൻ്റെ അമ്മയുടെ അപ്പൻ്റെയും. ഭാര്യയും മോളാണല്ലോ, അവളുടെ അപ്പൻ്റെ അമ്മയുടെ, എല്ലാവരും മക്കളാണ്. ആമേൻ, സ്തോത്രം. ഭൂതം കയറി നിൽക്കുക. കലിതുള്ളി പാത്രവും തല്ലി തകർത്ത്, ചിരവയും എടുത്ത് ഒരു വശത്ത്, ഒലക്കയെടുത്ത് ഒരു വശത്ത്, തെറി വിളി, പൂരപ്പറമ്പാക്കി. അയ്യോ, ഞായറാഴ്ചയായ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ ശരി, ഈ ഭൂതം കയറി നിൽക്കുന്നതിനെ പിടിച്ച് കൊണ്ടിരുത്തി പ്രാർത്ഥിപ്പിച്ചാലേ അടങ്ങുള്ളൂ എന്നും പറഞ്ഞാണ് നീ നിൽക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇരുളിന് വെളിച്ചത്തോട് എന്ത് കൂട്ടായ്മയുള്ളത്? ഇനി പിടിച്ചു വലിച്ച് നീ കൊണ്ടുവന്ന് ഇരുത്തിയാൽ ഇതൊക്കെ ഇരിക്കുമെന്നാണോ? നിന്നെയും ഉള്ളിൽ തെറി പറഞ്ഞു, യേശുവിനെയും തെറി പറഞ്ഞു, നാട്ടുകാരെയും തെറി പറഞ്ഞു. വരുന്നെങ്കിൽ വന്നിരുന്നോട്ടെ, അത് വിടാം. ഇനി വരുന്നില്ലെന്ന് പറഞ്ഞ് നീയും പോകില്ലെന്ന് പറഞ്ഞാൽ നീ ഇരുട്ടിൻ്റെ കൂട്ടാളിയായി മാറുകയാണ്. ഇരുട്ടത്ത് പോയി ഇരിക്കുക, അവൻ്റെ കൂട്ടത്ത് അവളുടെ കൂട്ടത്ത്. നോ, നീ ദൈവസേനയിലിരിക്കുക, നീ പ്രാർത്ഥിക്ക്. നിനക്ക് കാര്യം മനസ്സിലായല്ലോ, ഭൂതം കയറി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ പിടിച്ചാലൊന്നും ഭൂതളവ് വരില്ല. ഭൂതത്തെ പുറത്താക്കാൻ കഴിവുള്ള ഒരേ ഒരുവനേ ഉള്ളൂ, നസ്രായനായ യേശു. ആമേൻ, സ്തോത്രം. നോക്ക്, ഇത് കനാന്യ സ്ത്രീക്ക് മനസ്സിലായി, നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോഴും ഇവിടേക്ക് നിൽക്കുക. കനാന്യ സ്ത്രീ അതുകൊണ്ടാണ് മകളെ മുറിക്കാതെ പൂട്ടിയിട്ടിട്ട് നേരെ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന വണ്ടി പിടിച്ച്. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോഴും വിഷയം വലുതാണ്. നമ്മൾക്ക് സാധാരണക്കാരല്ലേ, അപ്പോഴും ഒത്തിരി വിഷയങ്ങളുണ്ടാവും. പക്ഷേ അവൾക്കറിയാം യേശു ദൈവമായതുകൊണ്ട് എൻ്റെ ആവശ്യത്തിന് പരിഹാരം വരുത്താതിരിക്കുവാൻ അവന് കഴിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നവളായതുകൊണ്ട് എൻ്റെ മുഖത്തെ ആദരിക്കാതിരിക്കുവാൻ അവന് കഴിയത്തില്ല. അതേന്നെ, ഹാഗറിൻ്റെ നിലവിളി കേട്ട് ഇസ്മായിലിനെ ഒരു ജാതിയാക്കി വളർത്തിയ ദൈവത്തിന് നിൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കുവാൻ കഴിയത്തില്ല. അതെ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിങ്ങളുടെ ഭർത്താവിനെ, ഭാര്യയെ, നിങ്ങളുടെ മാതാപിതാക്കളെ, നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ ബന്ധുജനങ്ങളെ, നിങ്ങളുടെ സഭയെ എൻ്റെ ദൈവം അനുഗ്രഹിക്കും. അതെ, അതുകൊണ്ട് പ്രാർത്ഥിക്കുക. അവർ വന്നില്ല, ഇവർ വന്നില്ല, നീ പ്രാർത്ഥിച്ചാൽ മതിയെന്നേ. നിനക്കല്ലേ കാര്യം മനസ്സിലായത്? ആമേൻ, നീ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നിൻ്റെ പ്രാർത്ഥനയുടെ ആവശ്യമേ ഉള്ളൂ. പേടിക്കണ്ട, ഒറ്റയ്ക്കല്ല, പ്രഷർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുമല്ലോ. ഇങ്ങോട്ട് അവരെയും വിളിച്ചിട്ട് താടിക്ക് കൈയും കൊടുത്തു, ആരും വരുന്നില്ല, ഞാനും പോകുന്നില്ല. നീയെങ്കിൽ അവരുടെ കൂട്ടാളിയാകും. നീ യേശുവിനുള്ളവനാ, യേശുവിനുള്ളവളാ. മര്യാദയ്ക്ക് ഞായറാഴ്ച യേശു പള്ളിയിൽ പോയിക്കോളൂ, വെള്ളിയാഴ്ച ഉപവസിച്ചോളൂ. ആമേൻ. അങ്ങനെ ഒരു പള്ളിയില്ലെങ്കിൽ പ്രഷർ ഫാമിലിയിലേക്ക് സ്വാഗതം. വാ, അടുത്തല്ല, ദൂരെയാണെന്നുണ്ടെങ്കിൽ ലൈവിൽ ജോയിൻ ചെയ്യും, പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹം കരുതുക. അനുഗ്രഹ ബാങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് അതുപോലെ മെസ്സേജ് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ ഷെയർ ചെയ്യുക. അവരോട് പറയുക, നമുക്കൊരു കൂട്ടായ്മയുണ്ട്, ഒറ്റയ്ക്കല്ല, നമുക്കൊപ്പം നിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, ചേർന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. പറഞ്ഞു കൊടുക്കുക, പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്, വിടുതൽ പ്രാപിക്കുവാനും. എല്ലാ വെള്ളിയാഴ്ചയും അതിലും മഹത്തരമായ അനുഗ്രഹീതമായൊരു അവസരമുണ്ട് കേട്ടോ. രാവിലെ 11:30 മണി മുതൽ പ്രഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നവരായിരിക്കും. ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ലൈവായി ദേശമറിയുന്ന ഒരത്ഭുതം നിങ്ങൾ അനുഭവിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യുക, വിടുതൽ പ്രാപിക്കുക. കടന്നു വരുവാൻ കഴിയുന്ന ദൂരപരിധിക്കുള്ളിലായിരിക്കുന്നവർ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രാപിക്കാം. എല്ലാ ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ പ്രൈസ് ഫാമിലിയുടെ മീറ്റിംഗ് നെയ്യാറ്റിൻകരയിൽ അമരവിള താന്നിമൂട് MS പ്ലാസ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ താഴെ ഒരു പഴയ വെയിറ്റിംഗ് ഷെഡ്, ബസ് സ്റ്റോപ്പേ, അതിൻ്റെ പുറകിൽ സുമംഗലി ഓഡിറ്റോറിയം, അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കടന്നു വരിക. കർത്താവ്
അവിടെ നിങ്ങളെ സന്ദർശിക്കും. വലിയതൊന്ന് നിങ്ങൾ പ്രാപിക്കും. ലൈവിൻ്റെ ലിങ്കുകളും ലൈവിൻ്റെ സമയത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം ഈ പ്രിയപ്പെട്ടവരോട് അങ്ങ് സംസാരിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. പ്രാർത്ഥനക്കാരികൾ ഇന്ന് എഴുന്നേറ്റ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അപ്പോൾ ഇവർക്ക് വേണ്ടതിന്, ഇവരുടെ കുടുംബത്തെ, തലമുറകളെ, ഇവരുടെ ദേശവാസികളെ നേടിയെടുക്കുവാനും നിലനിർത്തുവാനും സ്വർഗം ഇവർക്ക് അങ്ങ് അവസരം നൽകണമേ. ഇവരിലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ജോലികൾ നൽകി മാനിക്കണമേ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. തൊഴിൽ സംബന്ധമായി ഈ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന എല്ലാ വെല്ലുവിളികളും, എല്ലാ തകർച്ചകളും മാറിപ്പോകട്ടെ. ദൈവിക സമാധാനം, ദൈവിക സന്തോഷം, ദൈവിക അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ സംബന്ധമായി ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, ജോലികളുണ്ട് എന്നാൽ ജോലി കഠിനമായി മാറുന്നു. പലവിധത്തിലുള്ള ഭീഷണികൾ, പലവിധത്തിലുള്ള ഉപദ്രവങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. നിയമം മുഖാന്തരമുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസകൾ വരട്ടെ. ഇക്കാമകൾ അടിച്ചു കിട്ടട്ടെ. സ്പോൺസർമാരെ ലഭിക്കട്ടെ. IELTS, OET, പ്രോമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ ഉണ്ടായി നല്ല ഉയർന്ന സാലറിയുള്ള, നല്ല പെരുമയുള്ള സ്ഥാപനങ്ങളിൽ, അനുഗ്രഹിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഇവർ എത്തപ്പെടട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ മുഖാന്തരം കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമം ഉയരട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. വിവാഹങ്ങൾ നടക്കട്ടെ. പുനർവിവാഹങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. യേശുവേ, രോഗികൾക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായി ജനിച്ചവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഊനമില്ലാതെ അങ്ങയ്ക്കൊപ്പമായിരുന്ന മക്കളെ അவ்விധത്തിൽ തന്നെ ഈ ലോകത്തിലും അങ്ങ് നൽകിയാട്ടെ. സൗഖ്യമാക്കണേ യേശുവിൻ നാമത്തിൽ തന്നെ. വാർദ്ധക്യ സഹിതമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ. പൈശാചികമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഡിപ്രഷനുകൾ, ഉറക്കമില്ലായ്മ, സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. തലമുറകളും അവരുടെ ഭാവി ജീവിതവും അനുഗ്രഹിക്കപ്പെടട്ടെ. വീടില്ലാത്തവർക്ക് വീട് നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ അപ്പ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായവർ മാറട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഷോപ്പുകൾ നടത്തുന്നവർ, വാഹനങ്ങൾ ഓടുന്നവർ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഇവർക്ക് വേണ്ടതങ്ങ് ഇവരുടെ കരങ്ങളിൽ നൽകിയാട്ടെ അപ്പ. അങ്ങ് കൂടിയിരിക്കണമേ കർത്താവേ. കേസുകൾ ആയി ഭാരപ്പെട്ടായിരിക്കുന്നവർ, സിവിൽ ക്രിമിനൽ കേസുകൾക്ക് തീർപ്പുണ്ടാകട്ടെ. അപ്പനങ്ങ് കൂടിയിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനും നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.